ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മുടെ കൊച്ചു കുട്ടികൾക്കാണ് നാം ആധ്യാത്മിക തത്വം ആദ്യം പകർന്നു കൊടുക്കേണ്ടത്. വിദേശ രാജ്യങ്ങളിലെ കുട്ടികൾ പലരും തോക്കും കൊണ്ടാണ് സ്കൂളിൽ പോകുന്നത് എന്ന് പറയുന്നു. പലപ്പോഴും മറ്റുള്ളവരെ ഒരു കാരണവുമില്ലാതെ വെടിവെച്ച് കൊല്ലാൻ അവർക്കൊരു മടിയുമില്ലത്രേ. അവരുടേതൊരു മൃഗമനസ്സായി തീർന്നിരിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്രൂര മനസ്സുകളായി തീരുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കുട്ടികൾക്ക് ബാല്യത്തിൽ തന്നെ നല്ല സംസ്കാരം പകർന്നു കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം വേണ്ടത്ര കിട്ടിയിട്ടില്ല. ആരും ഗുണദോഷിച്ചിട്ടുമില്ല. പല കുട്ടികളും പറയുന്നു, ഞങ്ങൾ അമ്മയിൽ നിന്നും സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ല, എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങളെ ആരും പഠിപ്പിച്ചിട്ടില്ല, ഡാഡിയും അമ്മയും ഞങ്ങളുടെ മുന്നിൽ വെച്ച് വഴക്കിടുന്നതാണ് ഞങ്ങൾ എന്നും കാണുന്നത്. ഇത് കണ്ട് ലോകത്തോട് തന്നെ വെറുപ്പ് തോന്നി തുടങ്ങി. മാത്രമല്ല, അനുസരണക്കേടും സ്വാർത്ഥതയും ഞങ്ങളിൽ വളർന്നു വരുന്നു. കുട്ടികൾക്ക് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ആദ്യ പാഠങ്ങൾ മാതാപിതാക്കളിൽ നിന്നാണ് കിട്ടേണ്ടത്. ആ മാതാപിതാക്കൾ തന്നെ മറിച്ച് പെരുമാറിയാൽ എന്തു ചെയ്യും? കുഞ്ഞുങ്ങളോട് സ്നേഹവും വാത്സല്യവും മാതാപിതാക്കൾ കാണിക്കണം. ആരും നോക്കാനില്ലാതെ തൊട്ടിലിൽ തന്നെ കുഞ്ഞുങ്ങളെ കിടത്തരുത്. അവരെ മാറോടണച്ച് മുലപ്പാൽ ഊട്ടി വളർത്തണം. കുട്ടികളുടെ സ്വഭാവ രൂപീകരണം നടക്കുന്ന ആദ്യകാലങ്ങളിൽ തന്നെ ആധ്യാത്മിക തത്വങ്ങളും നല്ല കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കണം. കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ പരസ്പരം വഴക്കടിക്കരുത്. അങ്ങനെ ചെയ്താൽ കുട്ടികൾക്ക് എങ്ങനെ ക്ഷമയും സ്നേഹവും ബഹുമാനവും ഉൾക്കൊണ്ട് വളരാൻ കഴിയും? ചെറുപ്പത്തിലേ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, നല്ല ശീലങ്ങൾ പരിശീലിപ്പിക്കണം. എന്നാൽ നല്ല സ്വഭാവം തനിയേ രൂപപ്പെട്ടുകൊള്ളും. അവർ വളർന്നു കഴിഞ്ഞാൽ പിന്നെ പ്രയാസമാണ്. കുട്ടികൾക്ക് സ്നേഹവും വാത്സല്യവും പരിരക്ഷയും ആവശ്യമാണ്. എന്നാൽ അതോടൊപ്പം ശരിയായ ശിക്ഷണവും നൽകണം. ഈശ്വരവിശ്വാസവും ആത്മവിശ്വാസവും വളർത്തണം. സമസ്ത ജീവരാശിയെയും സ്നേഹിക്കാനും സേവിക്കുവാനും പഠിപ്പിക്കണം. ബാല്യത്തിൽ തന്നെ ഈ മൂല്യങ്ങൾ അവരിൽ വളർത്തിയെടുക്കണം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.